തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ. തിരുവനന്തപുരം ദില്ലി എയർ ഇന്ത്യ വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. 7:15 പുറപ്പെടേണ്ട വിമാനമാണ് ബോർഡിംഗിന് ശേഷം റദ്ദാക്കിയത്. റദ്ദാക്കാനുള്ള കാരണം വ്യക്തമാക്കാനോ പകരം സംവിധാനം ഒരുക്കാനോ കമ്പനി തയ്യാറായിട്ടില്ല എന്ന് യാത്രക്കാർ പറയുന്നു. അരുൺ സോളമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്ത് കാരണം പറഞ്ഞാണ് വിമാനം റദ്ദാക്കിയതെന്ന് യാത്രക്കാർ പറയുന്നത്? അപർണ, നിലവിൽ 7:15 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ഡൽഹി എയർ ഇന്ത്യ വിമാനമാണ് ഇപ്പോൾ നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബോർഡിങ്ങിന് ശേഷമാണ് ഈ വിമാനം റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഇത് സംബന്ധിച്ചുള്ള കാരണം വിശദീകരിക്കാൻ കമ്പനി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാത്രക്കാർ പ്രധാനമായും പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ചില യാത്രക്കാർ സൂചിപ്പിക്കുന്നത് നിലവിൽ ഇപ്പോൾ രാജ്യത്തെ നടുക്കിയ ജമ്മു കശ്മീരിലുള്ള കലാപ സാധ്യത അല്ലെങ്കിൽ ഈ അക്രമ സാധ്യത ഇപ്പോൾ ഇത് കണക്കിലെടുത്തിട്ടാണോ എന്നുള്ളൊരു സംശയം യാത്രക്കാർക്കുണ്ട്. പക്ഷേ 7:15 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇപ്പോൾ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പകരം സംവിധാനം ഒരുക്കാൻ പോലും കമ്പനി തയ്യാറായിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പകരം സംവിധാനം അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഒരുക്കേണ്ടുന്ന ഒരു ബാധ്യത കമ്പനിക്കുണ്ട്. പക്ഷേ അത് ഇതുവരെയും ഒരുക്കിയിട്ടില്ല. നിലവിൽ ഈ യാത്രക്കാർ അവിടെ പ്രതിഷേധിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ശംഖുമുഖം എയർപോർട്ടിൽ നടക്കുന്നത്. പക്ഷേ അവരെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടെങ്കിലും പക്ഷേ അവർക്ക് ഇന്ന് രാത്രി താമസിക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെയും ഒരുക്കിയിട്ടില്ല. പകരം മറ്റൊരു വിമാനം ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിലും ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. വളരെയധികം ആശങ്കയിലാണ് യാത്രക്കാർ. കാരണം പുലർച്ചെ അവിടെ എത്തി മറ്റ് ജോലികളും മറ്റു കാര്യങ്ങളിലൊക്കെ പോകേണ്ടിയിരുന്നവരാണ്. പക്ഷേ ഇതുവരെയും ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താതെ ഇരിക്കുകയാണ് കമ്പനി. നമ്മളും ബന്ധപ്പെട്ടും ഇത് സംബന്ധിച്ചൊരു കാരണം എന്താണ് കാരണമെന്ന് സൂചിപ്പിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഏകദേശം 150 മുകളിൽ യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മറ്റ് വിമാനത്തിന് മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. സാധാരണഗതിയിൽ നിരവധി തവണ ഈ എയർ ഇന്ത്യ വിമാനത്തിൽ പുകയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്താണ് കാരണമെന്ന് വ്യക്തത വരുത്തിയിട്ടില്ല. മറ്റൊന്ന് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പകരം ഒരു വിമാനം കമ്പനി വിശദീകരിച്ചിട്ടില്ല. യാത്രക്കാർ വലഞ്ഞിരിക്കുകയാണ്. പകരം സംവിധാനം എന്തെങ്കിലും ഉണ്ടാകുമോ ഇന്ന് രാത്രി എന്നുള്ളതിൽ പോലും തീരുമാനമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുണാണ് വിവരങ്ങൾ നൽകിയത്.